നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ തുരത്താൻ കുങ്കിയാനെ ഉപയോഗിച്ചുള്ള ദൗത്യം ഇന്നാണ് തുടങ്ങുക. ധോണിയിലെ അഗസ്റ്റ്യൻ എന്ന കുങ്കിയാനെ ഉപയോഗിച്ചാണ് ആ ദൗത്യം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് കഞ്ചിക്കോട് നിന്ന് തത്സമയം ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ കുങ്കിയാനെ ഉപയോഗിച്ചുള്ള ദൗത്യം ആരംഭിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? ആന പോയോ ശ്രീജിത്തിനെന്തോ ക്രിസ്റ്റീന, അതാ ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പകർത്തുന്നത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ ഏതാണ്ട് കുറച്ച് വയലപ്പുറത്തുണ്ട്. തൊട്ടപ്പുറത്ത് കഞ്ചിക്കോട് വ്യവസായ മേഖലയാണ്. ആ മേഖലയിൽ തന്നെയാണ് കാട്ടാന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കാട്ടാന അല്പസമയത്ത് ഇത് തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അതേ ഒരു കാടിൻ്റെ സമാനമായ രീതിയിലുള്ള പ്രദേശമാണ്. ചില പുളിമരങ്ങളും അങ്ങനെ ചെറിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് തൊട്ടപ്പുറത്തെ മേഖല ജനവാസ മേഖല തന്നെയാണ്. ഇതിലേക്ക് സ്ഥിരം വരുന്നു. കവുങ്ങും അതുപോലെ തന്നെ തെങ്ങുമൊക്കെ കടപുഴകി ഇട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു 8 മണിയോടുകൂടി ഇത്തരത്തിൽ വനപാലക സംഘം എത്തുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കാട്ടാനയെ തുരത്താൻ ആ കുങ്കിയാനയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധോണിയിലെ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ അപകടകാരിയായ ആനയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. എന്താണ് പേര് അശ്വിൻ. ഈ ആന അപകടകാരി തന്നെയാണല്ലേ? ഓടി വരുന്നു അല്ലേ? നമ്മൾ 1 വീക്കായിട്ട് ഇത് നമ്മൾ ഫുൾ ടൈം നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഇതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നമ്മുടെ ഫോറസ്റ്റർ ഇന്നലെ നമ്മൾ മീറ്റിംഗ് വെച്ചപ്പോൾ സംസാരിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് വന്നതാണ്, നമ്മുടെ നാട്ടിലുള്ള വന്നതാണ് ഫോറസ്റ്റുകാരുടെ ഇൻഫർമേഷൻ. ഇതിന് മാക്സിമം ഇവിടുത്തെ സ്ഥലങ്ങളും റൂട്ട് അറിയാത്ത കാരണം ആകെ മൊത്തം ലോക്കായ മാതിരിയാണ് ഇത് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഹൈവേ ആണ് അല്ലേ? 200 മീറ്റർ ഹൈവേ തന്നെയാണ്. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ ഫുള്ള് നശിച്ചു കഴിഞ്ഞു. അതിനുള്ള ഒരു പ്രതിഫലം ഇതുവരെ കിട്ടിയിട്ടില്ല. മാക്സിമം നമ്മൾ ഇതിനെ തുരത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിന് തൊട്ടപ്പുറത്തെ മേഖല കണ്ടില്ലേ? വ്യവസായ മേഖലയാണ്. ആ തൊട്ടപ്പുറത്തെ വ്യവസായ മേഖലയാണ് കാണുന്നത്. അതിന് 200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വ്യവസായ മേഖലയിലേക്ക് കടക്കാൻ. അതിന് തൊട്ടപ്പുറത്ത് ഹൈവേ ആണ്, ദേശീയപാത കടന്നു പോകുന്ന വഴിയാണ്. എന്തായാലും കാട്ടാന ഇപ്പോൾ ആ പ്രദേശത്തേക്ക് നമ്മളെ മറവിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു 8 മണിയോടുകൂടി അഗസ്റ്റിനെ കൊണ്ട് വനപാലക സംഘം ധോണിയിൽ നിന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ കാട്ടാനയെ കാട് കയറ്റാൻ കഴിയും. പക്ഷേ ഇതിലൊരു പ്രശ്നം ഹാഷ്മി, ക്രിസ്റ്റീന, ഇത് തൊട്ടപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് കടത്തി അപ്പുറത്തെ മലയിലേക്ക് കടത്തി വിട്ടാൽ കൂടി ഇത് പിന്നെയും കടന്നു വരുമോ എന്നൊരു ആശങ്കയുണ്ട്. മറ്റു ആനകളുടെ കൂടെ കൂടുമോ എന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട്. മറ്റു ആനകളുടെ കൂടെ കൂടാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ഒറ്റയാനാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നത്. എന്തായാലും കാട്ടാനെ തുരത്താൻ 8 മണിയോടുകൂടി വനപാലക സംഘം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഏത് ഊട്ടിക്കാരൻ കാട്ടാനാണെങ്കിലും വരുന്നുണ്ട് നമ്മുടെ കുങ്കിയാന അഗസ്ത്യൻ. അഗസ്ത്യൻ വരും, കാട്ടാന ഓടും, കാട്ടാന കാട്ടി കയറും.